ഹലോ, നമ്മളുടെ ഇന്നത്തെ റെസിപ്പി വളരെ പെട്ടെന്ന് 15 മിനിറ്റ് സമയത്തിൽ ചെയ്തെടുക്കാൻ പറ്റും ഒരു സോയയുടെ റെസിപ്പിയാണ്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഇവിടെ ഒരു കപ്പ് 250 ml ഒരു കപ്പ് സോയ ഒന്ന് നന്നായിട്ട് വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് ഇതാ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള പ്രിപ്പറേഷനിലേക്ക് പോകാം. ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓൺ ചെയ്തിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കാം. പാൻ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. ഈ സോയയിൽ ഒരുപാട് തന്നെ ഫൈബറും അതുപോലെ തന്നെ പ്രോട്ടീനും ഒക്കെ ഉള്ളതാണ്. അപ്പം നമുക്ക് ഹെൽത്ത് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരിതാണ് സോയ എന്ന് പറയുന്നത്. പാൻ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ഒരു 4 പീസ് വലിയ വെളുത്തുള്ളിയാണ്, അതുകൊണ്ട് ഒരു 4 പീസ് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കതൊന്ന് ചേർത്ത് കൊടുക്കാം. ചെറിയതാണെന്നുണ്ടെങ്കിൽ ഒരു 6 എണ്ണം വരെയൊക്കെ ആകാം കേട്ടോ. ഇനി നമുക്കതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ വേണ്ടത് ഒരു 2 സവാള നീളത്തിൽ അരിഞ്ഞതാണ്. അപ്പോൾ അതുകൂടെ നമ്മൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് വേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഓരോരോ പൊടികളായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ്. സ്പൂണും ടേബിൾ സ്പൂണും തമ്മിൽ ചേഞ്ച് ആയി പോകരുതേ. 1 ടേബിൾ സ്പൂൺ അളവിലാണ് നമ്മൾ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ തന്നെ കാശ്മീരി ചില്ലി പൗഡർ കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർക്കാം. പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടി കൂടിയാണ്. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സോയയുടെ പീസസ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ മസാലയിലേക്ക് ഈ സോയ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സോയയും ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങളുടെ ഗ്രേവിക്ക് അനുസരിച്ചിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇവനെ ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിന് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ കറി ഇവിടെ ഏകദേശം ശരിയായി വന്നിട്ടുണ്ട്. സോയൊക്കെ നന്നായിട്ട് വെന്ത് മസാലയൊക്കെ പിടിച്ചു. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. ഉപ്പും കാര്യങ്ങളും ഒക്കെ ഒന്ന് കറക്റ്റാക്കിയും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ ടൊമാറ്റോ കെച്ചപ്പാണ്. ഇനി നിങ്ങൾക്ക് ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. അത് ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചൊരു ടേസ്റ്റ് ഉള്ളതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിതിനകത്തേക്ക് വേറെ തക്കാളി ഒന്നും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഒരു 15 മിനിറ്റ് സമയമാണ് ഇതിനകത്ത് നമ്മൾ മൊത്തം എടുത്തിരിക്കുന്നത് കേട്ടോ.
ഇത് ബോയിൽ ചെയ്ത് എടുക്കാനും എല്ലാത്തിനും കൂടെ 15 മിനിറ്റ് സമയമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ ഗ്രേവി വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് നമുക്ക് നല്ല തിളച്ച വെള്ളം, ഒരിക്കലും പച്ചവെള്ളം ഒഴിക്കരുത്, നല്ല തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി അതല്ല റോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീ നന്നായിട്ട് കൂട്ടി വെച്ചതിന് ശേഷം കൈ എടുക്കാതെ നന്നായിട്ട് ഇളക്കി അതൊന്ന് മൂപ്പിച്ചെടുക്കുകയും ചെയ്യാം. കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ. അപ്പോൾ ഇതാ വളരെ ടേസ്റ്റ് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സോയയുടെ കറിയാണ് ഇവിടെ റെഡി ആയിരിക്കുന്നത്. ഇനി നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാൻ അതേ കുറച്ച് കറിവേപ്പിലയൊക്കെ ഒന്ന് അതിൻ്റെ ടോപ്പിംഗ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരല്പം നാരങ്ങയുടെ നീരാണ്. അത് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളുടെ സോയയുടെ കറി ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുതേ. അടുത്ത വീഡിയോയുമായി ഉടൻ തന്നെ കാണാം.